നമ്മൾ ഇന്ന് കേരളം സത്യം പറഞ്ഞാൽ വീണ്ടും നമ്മളൊരു പ്രളയഭീതിയിലാണ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു ദുരന്തത്തിലേക്കാണ്. കുറേ നാൾ മുമ്പ് നമ്മളൊരു ചർച്ചയിൽ വിശാഖം തന്നെ പറഞ്ഞിരുന്നു, ഈ എല്ലാ തവണയും കുറേ നാളുകളായി ഓണം കാലത്താണ് ഈ മഴ വരുന്നതെന്നാണ്. അതായത് നമ്മൾ പറഞ്ഞത് എന്താണെന്ന് അറിയോ, വയനാട് ദുരന്തം ഈ ദുരന്തം ആ സമയത്തുള്ള ചർച്ചയിലാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വെച്ച് നോക്കിക്കോളൂ, കൃത്യമായിട്ട് ഓഗസ്റ്റ് മാസത്തിൽ മഴ തുടങ്ങും എന്ന് ഞാൻ പറഞ്ഞത്. കാരണം കഴിഞ്ഞ 10-35 വർഷമായിട്ട് കൃത്യമായിട്ട് ഞാൻ ഈ കാലാവസ്ഥയെ നിരീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കറിയാം മഴ വരുന്ന സമയം ഏതാണെന്നുള്ളത്. 2018 മഹാപ്രളയം തുടങ്ങുന്ന ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിലാണ്. ഈ ഓഗസ്റ്റ് 14 തുടങ്ങുന്നു, അർദ്ധരാത്രിക്ക് തുടങ്ങിയിട്ട് ഈ 15 രാവിലെ, എൻ്റെ ഒരു അനുഭവമാണ്, 15 രാവിലെ സ്വാതന്ത്ര്യദിന പരേഡ്. അപ്പോൾ ഈ സ്വാതന്ത്ര്യദിന പരേഡിൽ പങ്കെടുക്കാൻ പോയ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ അവരുടെ വണ്ടിയൊക്കെ കൊണ്ട് പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ ഇട്ടിട്ട് ഇവർ റാന്നിയിൽ വെള്ളം കയറി, വെള്ളം ഭയങ്കരമായിട്ട് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടി ഒരു വണ്ടിയിൽ റാന്നിക്ക് പോയി കവർ ചെയ്യാനായിട്ട്. പക്ഷേ അവർക്ക് അവിടുന്ന് തിരിച്ചു വരാൻ പറ്റിയില്ല. അവർ തിരിച്ചു വരുമ്പോഴേക്ക് പത്തനംതിട്ട ടൗണിൽ കയറാൻ പറ്റുന്നില്ല. കാരണം ഈ സ്റ്റേഡിയം മുഴുവൻ മുങ്ങി, വണ്ടി മുഴുവൻ വെള്ളത്തിനടിയിൽ. ഇവർ വണ്ടികളെല്ലാം വെള്ളത്തിനടിയിലായി. പിന്നെ അത് ഒരാഴ്ച കഴിഞ്ഞൊക്കെയാണ് ഇത് വെള്ളം ഇറങ്ങുന്നതും വണ്ടി എല്ലാം കൊണ്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി പണിയാൻ പറ്റുന്നത്. അപ്പം ഞാൻ ഇതൊക്കെ വെച്ച് നമ്മുടെ മനസ്സിൽ വെച്ച് കുറിച്ച് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് കർക്കിടക മാസം പകുതി കഴിയുമ്പോഴത്തേക്കുമാണ് ഈ മഴയുടെ ഒരു ആധിക്യം ഉണ്ടാവുക. പക്ഷെ വടക്കൻ ജില്ലകളിലുണ്ട്. വടക്കൻ ജില്ലകളിൽ മഴയെന്ന് പറയുന്നത് ഈ ഇടവപ്പാതി എന്ന് പറയുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ തുടങ്ങുന്ന സമയം തൊട്ട് വടക്കൻ ജില്ലകളിൽ മഴയുണ്ട്. മുമ്പേ തന്നെ കോഴിക്കോടും കണ്ണൂരും വയനാട്ടിൽ സ്ഥിരമായിട്ട് മഴയുണ്ട്. അതുപോലെ ആ സമയത്ത് ഇടുക്കിയിലും മഴയുണ്ട്. ഇടുക്കി ജില്ലയിലും മഴയുണ്ട്. വയനാട്ടിലും, അതായത് ഭൂപ്രകൃതിയിൽ ഉയർന്നു നിൽക്കുന്ന മലനാട് ഇടനാട് തീരപ്രദേശം എന്നാണല്ലോ, ഈ മലനാട്ടിൽ അല്ല അന്നേരം മഴയുണ്ട്. പക്ഷെ നമ്മുടെ ഈ താഴത്തെ സമതല പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര മഴയാണ്, നല്ല മഴയാണ്. അത് മിക്ക ദിവസവും മഴയുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയ ദിവസവും നന്നായിട്ട് മഴ പെയ്തു. പക്ഷെ തിരുവനന്തപുരത്ത് അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മഴയില്ല. അതെ, താരതമ്യേന കുറവാണ്. താരതമ്യേന മഴയും കുറവാണ്. തിരുവനന്തപുരത്ത് താരതമ്യേന ചൂടും കുറവാണ്. ഞങ്ങൾ നെടുമങ്ങാട് പോലുള്ള ഞങ്ങളുടെ മലമ്പ്രദേശങ്ങളിൽ മഴയുണ്ട്. ഇന്നലെ വലിയ മഴയാണെന്ന് പറഞ്ഞു വൈകുന്നേരം ഉണ്ട്. ഇതാണ് അപ്പോൾ ഈ കാലാവസ്ഥയ്ക്ക് വന്നിരിക്കുന്ന വലിയ മാറ്റമാണ്. വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഇടവപ്പാതി എന്ന് പറയുമ്പോൾ നേരത്തെ തുടങ്ങിയാൽ ജൂണിൽ ആരംഭിച്ച, നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇടവപ്പാതി വളരെ കൃത്യമാണ്. നമ്മൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് രാവിലെ മഴയായിരിക്കും, തുലാവർഷം വൈകുന്നേരത്തെ മഴയായിരിക്കും, കൃത്യമാണ് നമുക്ക്. അത് ഞാൻ പണ്ട് ഈ ആദ്യം പത്രത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഈ ട്യൂഷൻ സെൻ്ററിൽ പഠിപ്പിക്കുന്ന പരിപാടി. അപ്പോൾ എന്ത് പറ്റുന്നു, ഒരു തവണ ജൂൺ 1 സ്കൂൾ തുറന്നില്ല. കാരണം ജൂൺ 4 ജൂൺ 1 മഴ പെയ്തില്ല, 2-നും 3-നും പെയ്തില്ല, 4-ാം തീയതി കൃത്യമായി. അപ്പം ഞാനന്ന് പത്രത്തിൽ എഴുതിയ കെട്ടിങ്, അന്ന് PJ ജോസഫാണ് വിദ്യ, മഴയെ തോൽപ്പിക്കാൻ ശ്രമിച്ച മന്ത്രിയെ മഴ തോൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്, കാരണം മന്ത്രിയാണ് ഈ അവധി മാറ്റി പ്രഖ്യാപിച്ചത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് 4-ാം തീയതി സ്കൂൾ വന്ന് 4-ാം തീയതി മഴ തുടങ്ങി. അന്ന് ഇത് കൃത്യമാണ്, നമുക്ക് വേറെ ഒന്നും വേണ്ട, ഒരു ക്ലോക്കും വേണ്ട, കലണ്ടറും വേണ്ട, പഞ്ചാംഗവും വേണ്ട, മഴ തുടങ്ങുന്നത് ജൂൺ 1 കൃത്യമാണത്. പക്ഷെ ഇപ്പൊ എന്താണ്, ഇപ്പോഴും ജൂൺ 1-നും 2-നും ഒക്കെ 1-2 മഴ പെയ്യും, പിന്നെ മഴയേ ഇല്ല. അല്ല, എനിക്കൊരു സംശയം കൂടെ ഉള്ളത്, ഈ നമ്മൾ പണ്ട് ഇടവപ്പാതി തുലാവർഷം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ എന്താണ് ന്യൂനമർദ്ദ രൂപം കൊണ്ട് മഴ പെയ്യുന്നതാണ്. അപ്പൊ അതും തമ്മിൽ ബന്ധമില്ലയോ എന്ന്, കാലാവസ്ഥയുടെ മാറ്റം ഇതും തമ്മിൽ ബന്ധമില്ലേ? മഴയുടെ പെയ്ത്തിനനുസരിച്ച് നമുക്ക് ഡിപ്പാർട്ട്മെന്റുകൾ കൂടി, ദുരന്ത നിവാരണ അതോറിറ്റി, വലിയൊരു ബിൽഡിംഗ് ആണ്, വെള്ളയമ്പലത്ത് വലിയൊരു ഓഫീസ് എല്ലാം ഉണ്ട്. ഇത് വലിയൊരു ദുരന്തമാണ്. അതാണ് വേറൊരു കാര്യം. ഈ വകുപ്പുകളെല്ലാം ഉണ്ടാകും, പക്ഷെ ഇവിടെ ഉണ്ടാകാനുള്ള ദുരന്തമല്ല ഉണ്ടാകുക. പക്ഷെ ഒരു വകുപ്പുകൾക്കും നാച്ചുറൽ കലാമിറ്റീസിനെ, അതായത് പ്രകൃതിക്ഷോഭത്തെ തടുത്തു നിൽക്കാൻ കഴിയില്ല. ഇപ്പൊ തന്നെ രാവിലെ ഞാൻ എണീറ്റ് നോക്കുമ്പോൾ ഞങ്ങളുടെ നാട് മുഴുവൻ വെള്ളപ്പൊക്കമാണ്. ഇപ്പൊ നമ്മുടെ എരുമേലി ശ്യാം രാവിലെ ഇട്ട വീഡിയോകളുണ്ട്. ശ്യാം വെളുപ്പാങ്കാലത്ത് എണീറ്റ് എരുമേലി ടൗൺ മുഴുവൻ വെള്ളം കയറി, എരുമേലി അമ്പലത്തിൽ വെള്ളം കയറി, അവിടെ എല്ലാം കയറി എന്ന് പറയുന്നു. റാന്നി കംപ്ലീറ്റ്. കാരണം എന്താണ്, ചിറ്റാറ് ഉരുള് പൊട്ടി. ചിറ്റാർ എന്ന് പറയുന്ന സ്ഥലത്ത്, വയ്യാറ്റുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഉരുള് പൊട്ടിയതിനെ തുടർന്ന് പമ്പാ നദിയിൽ വെള്ളം കൂടി. അതുപോലെ തണ്ണിത്തോട്, തേക്കുതോട് ഭാഗങ്ങളിലെല്ലാം കനത്ത മഴയും ഉരുളുപൊട്ടലും ഉണ്ടായിട്ടുണ്ട്. ഇതോടുകൂടി ഈ അച്ചൻകോവിലാറ്റിലും ഈ പമ്പയാറ്റിലും വെള്ളം കയറി. ഈ വെള്ളം ഉയർന്നു എന്ന് മാത്രമല്ല, ആദ്യം ഇവിടെ വെള്ളം കയറുന്നത് ഈ റാന്നി ടൗണിലാണ്. റാന്നി ടൗണിൽ മുഴുവൻ വെള്ളം കയറി. അവിടെ നിന്ന് ഇപ്പം വെള്ളം അതിശക്തമായ ഒഴുക്കായതുകൊണ്ട് വളരെ പെട്ടെന്ന് ആറന്മുള എത്തിയിട്ടുണ്ട്. ആറന്മുളയിലെല്ലാം റോഡ് മുഴുവൻ വെള്ളം കയറി. പക്ഷേ ഇപ്പോൾ കുറച്ച് മുമ്പ്, ഒരു 2 മണിക്കൂർ മുമ്പ് ഈ മണിയാർ ഡാമിൻ്റെ തീരപ്രദേശത്ത് നിന്നുകൊണ്ട് ഒരാളൊരു വീഡിയോ ഇട്ടു. മണിയാർ ബാരേജ് എന്ന് പറയും. രാവിലെ ആ പ്രദേശം മുഴുവൻ മുങ്ങിപ്പോയായിരുന്നു.
അപ്പോൾ അദ്ദേഹം അവിടെ വന്ന് നിന്ന് ഇടുന്നത് എന്താണ്, റോഡിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങി, മഴ കുറഞ്ഞു, വെള്ളം ഇറങ്ങി നമുക്കൊരു വാർത്തയുണ്ട്. പക്ഷേ നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം റെഡ് അലേർട്ട് ഈ പത്തനംതിട്ട ജില്ലയ്ക്കില്ല, ബാക്കിയുള്ള ജില്ലകളിൽ 5 ജില്ലകളിലും ഉണ്ട്. എവിടെ എപ്പോൾ വേണമെങ്കിലും എന്താ സംഭവിക്കാം, പ്രത്യേകിച്ച് ഇടുക്കി പോലെയുള്ള പ്രദേശങ്ങളിൽ എന്ത് സംഭവിക്കാം. മണ്ണിടിച്ചിൽ എന്നുള്ളത് ഇപ്പോൾ ഒരു ഫാഷനായി. അതൊരു സാധാരണ കാര്യമായി മാറി. മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മുൻകരുതലൊന്നും എടുക്കുന്നില്ല എന്നുള്ളതാണ് എനിക്കിപ്പോഴും മനസ്സിലാകാത്തത്. നമ്മളെല്ലാ ദുരന്തങ്ങളും വരാൻ കാത്തിരിക്കും, നമ്മൾ ദുരന്തത്തിൽ പെടുന്നു, ആ നേരത്ത് കുറേ ദുരിതാശ്വാസം നടത്തുന്നു, എന്നിട്ട് പറയും ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് നമ്മുടെ ഭരണാധികാരികൾ പറയുന്നു. വീണ്ടും അടുത്ത് നമ്മൾ അടുത്ത് നമ്മൾ ചെന്ന് പെടുന്നത് അടുത്ത ദുരന്തത്തിലേക്കാണ്. നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവരെ കണ്ടുപഠിക്കേണ്ടത് ചെന്നൈ നഗരത്തിൽ, ചെന്നൈയിൽ അവിടെ ഒരു കാലത്ത് നമുക്കറിയാം മഴ കുറവാണ്, പക്ഷെ മഴ വന്ന വെള്ളപ്പൊക്കം തമ്പാനൂർ പോലെയായിരുന്നു. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു, അവിടെ അവർ മുൻകരുതലെടുത്തു തുടങ്ങി. വളരെ നേരത്തെ, മാസങ്ങൾക്ക് മുമ്പേ മഴ നേടാൻ തയ്യാറെടുപ്പാണ് വൃത്തിയാക്കി റെഡിയാക്കി വെച്ചേക്കാണ്. പിന്നെ മഴ പെയ്താൽ മതി, എല്ലാം ഒഴി പോലെ കൃത്യമായിരുന്നു. അത് ഇപ്പോഴും അവർ അത് പാലിക്കുന്നുണ്ട്. നമുക്ക് യാതൊരു സംവിധാനമില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയോ, ഇവിടെ നമ്മൾ ഈ മഴ പെയ്യുന്നു, ദുരന്തം ഉണ്ടാകുന്നു, അത് കഴിയുമ്പോൾ വെയിലുറയ്ക്കുമല്ലോ. പിന്നെ വെയിലുറയ്ക്കുമ്പോൾ മറന്നു പോകുന്നു മാത്രമല്ല, നമ്മൾ വീണ്ടും എന്താ പാറ പൊട്ടിക്കാനും മണ്ണെടുക്കാനും ഈ മണ്ണിടിക്കാനും എല്ലാം കൃത്യമായിട്ട് നിൽക്കും. പക്ഷെ നമ്മളിതിപ്പോൾ പറയുമ്പോൾ ഒരുപാട് പേര് വേണേൽ നമ്മുടെ ഈ ചർച്ചയുടെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യും, മണ്ണെടുത്തിട്ടാണോ പാറ പൊട്ടിച്ചിട്ടാണോ മഴ പെയ്യുന്നത് എന്ന് ചോദിക്കും. അല്ല, പക്ഷേ ഈ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവാൻ വളരെ, അതായത് എന്താ പാരിസ്ഥിതിക ദുർബല പ്രദേശം എന്നുള്ളത് പേപ്പറിൽ എഴുതാനുള്ളതല്ല. അത് നമ്മുടെ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. പാരിസ്ഥിതിക ദുർബല പ്രദേശം ആയതുകൊണ്ട് തന്നെയാണ് ആദ്യമൊക്കെ എത്രയാണ് ഒരു പിന്നെ ക്വാറി പ്രവർത്തിക്കുന്നതിൻ്റെ ഇത്ര കിലോമീറ്റർ ചുറ്റളവിൽ വീടുകളോ മറ്റ് സ്ഥാപനങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല, അങ്ങനെയുള്ള പ്രദേശത്ത് ഇത് പൊട്ടിക്കാൻ പാടില്ല. ഇതിൻ്റെ ആ റേഡിയസ് ഇപ്പോൾ വെറും 50 മീറ്ററായിട്ട്. രണ്ടാം പിണറായി സർക്കാർ അതിന് പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ റെഡ് സോൺ ഏരിയയിലെല്ലാം ഈ ക്വാറികൾക്ക് അനുമതി കൊടുത്തിട്ടാണ് അവർ പോയത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ആ റേഡിയസ് എന്ന് പറയുന്നത് 50 മീറ്ററായിട്ട് ചുരുക്കി. അതായത് പണ്ട് നമ്മുടെ നാട്ടിൽ ഈ ബാറുകൾക്ക് അനുമതി കൊടുക്കുമ്പോൾ സ്കൂളും അമ്പലമൊക്കെ അപ്പൊ നമ്മളെല്ലാവരും നേരെ അളക്കുമ്പോൾ ബാറിന്റെ കവാടം ഇവിടെ കൊണ്ടുവയ്ക്കും, വളഞ്ഞൊരു 4 ഊടുവഴി കൂടെ അളന്ന് അവസാനം ഈ എവിടെയാണോ ഈ പറയുന്ന ഇത്ര മീറ്റർ പരിധി വരുന്നത് അവിടെ കൊണ്ടുവന്ന് ബാറിന്റെ കവാടം വയ്ക്കും. അതാണ് മെയിൻ എൻട്രൻസ് എന്ന് എഴുതി വയ്ക്കും. പക്ഷെ ആൾക്കാർ മൊത്തം ഈ സ്കൂളിൻ്റെ ഇപ്പുറത്തുള്ള വഴി കൂടെ നേരെ ബാറിലോട്ട് കയറിയേ പോകത്തുള്ളൂ. ഇതാണ് നിയമപരമായിട്ടുള്ള ഒരു സാങ്കേതികത എന്ന് മാത്രമേ ഇതിനോട് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. എന്താണെങ്കിലും നമ്മുടെ നാട്ടിന് ഉണ്ടായിരിക്കുന്ന കാലാവസ്ഥാ മാറ്റം വളരെ ഭയങ്കരമാണ്. അതായത് ഭീതിജനകമാണത്. നമ്മളത് ശ്രദ്ധിക്കണം. നമ്മുടെ ഈ രാഷ്ട്രീയക്കാർ, എല്ലാ രാഷ്ട്രീയക്കാരും ഇതിൽ പങ്കുപറ്റാൻ നടക്കുന്നവരാണ്. ഈ പാറ അല്ലെങ്കിൽ ഈ ക്വാറി മാഫിയ, മണ്ണിടിച്ചിൽ, ഈ കക്ഷികൾക്ക് എല്ലാവരും പൈസ വാങ്ങിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ആരും അക്കാര്യത്തിൽ മാറ്റി നിർത്താൻ കഴിയും. എല്ലാവരും പിന്നെ നേതാക്കന്മാരൊക്കെ സ്വന്തമായിട്ട് കുറയും ഉള്ള എത്ര പേരുണ്ട്. അപ്പോൾ ഇവർ ഇതിൽ നിന്ന് കാശ് ഉണ്ടാക്കുമ്പോൾ നശിക്കുന്ന നമ്മുടെ നാടാണ്. ഈ കേരളം എത്ര മനോഹരമായ സ്ഥലമാണെന്ന് പാടിപ്പോഴുന്നത് നമ്മൾ തന്നെ. കേരളം ഇനി അങ്ങോട്ട് കുറേ കഴിയുമ്പോഴല്ലേ കേരളത്തിൽ ടൂറിസ്റ്റുകൾ വരാത്തൊരവസ്ഥ വരും, അവർ പേടിച്ചിട്ട്, ഇതുപോലത്തെ കാലാവസ്ഥയാണെങ്കിൽ. ഈ പലരും പറയും എൽനീനോ, അതുപോലെ ആഗോളതാപനം, ഇതൊക്കെയാവും ഇനി ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയും. അതൊരു കാരണമാണ്. പക്ഷെ അതിനൊപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ പരിസ്ഥിതിയോട് കാണിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഈ ദേശീയപാത പണിഞ്ഞപ്പോൾ ഒരുപാടിടത്ത് ദേശീയപാത ഇടിഞ്ഞ എന്താണ് അശാസ്ത്രീയമായ നിർമ്മാണം. അശാസ്ത്രീയമായ നിർമ്മാണം എന്ന് പറഞ്ഞാൽ കെട്ടിയതിൻ്റെ പ്രശ്നമല്ല, ഇവിടുത്തെ നീരൊഴുക്ക് ഏത് ഭാഗത്തോട്ടാണെന്ന് ഇവർ പഠിച്ചില്ല. അത് മാത്രമല്ല, ഇവർ കൊണ്ടിട്ട ഈ മണ്ണ്, ഇതിനകത്ത് കൊണ്ടിട്ട മണ്ണെന്ന് പറയുന്നത് ഈ വെള്ളം വലിച്ചെടുക്കുന്ന മണ്ണാണ്, അല്ലാതെ ഈ വെള്ളത്തെ ഇതുവഴി കടത്തി വിട്ടു പോകുന്ന മണ്ണല്ല. ഈ വെള്ളം വലിച്ചെടുക്കുന്ന മണ്ണ് വരുമ്പോഴത്തേക്ക് ഈ മണ്ണും വെള്ളവും കൂടെ കുഴഞ്ഞിട്ട് ഇത് പോകും, ഇരുത്തും. ഇത് ഒരു ക്ലേ പോലായിട്ട് ഇത് ഇരുത്തിയിട്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ അവിടെ എന്താണ് അവർ ചെയ്യേണ്ടത്? ഈ പ്രദേശത്തു കൂടി വെള്ളത്തിന് ഒഴുകിപ്പോകാൻ സുഗമമായ പാത സൃഷ്ടിക്കണം. അത് സൃഷ്ടിക്കാതെയാണ് ഇവർ ഈ 2 സൈഡും കെട്ടിപ്പൊക്കല്ല ബ്ലോക്ക് ഇട്ടിട്ട് അതിനകത്ത് ഈ മണ്ണ് കൊണ്ടടിക്കുന്നത്. ഇത് എവിടെ നിന്ന് എടുക്കുന്ന മണ്ണാണ്? ഈ മണ്ണിനകത്ത് ഈ ജലം എങ്ങനെ അബ്സോർബ് ചെയ്യും? ഇതിനെക്കുറിച്ചൊന്നും പഠിക്കാതാണ് ഈ മണ്ണ് കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഈ ഇവിടെ ഈ ദേശീയപാത ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതല്ല, ഈ കേരളം എന്ന് പറയുന്ന വളരെ പ്രകൃതി ഭംഗിയോണ്ടും പ്രകൃതി അനുഗ്രഹിച്ച ഒരു സ്ഥലമായിരുന്നതിന് ഇവരെല്ലാം നരകമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ നേതാക്കന്മാരും ഉദ്യോഗസ്ഥന്മാരെല്ലാം എല്ലാവരും അവനവൻ്റെ കാശ് സമ്പാദിക്കാൻ, സ്വത്തുണ്ടാക്കാനൊക്കെ വേണ്ടി നമ്മുടെ പ്രകൃതിയെ മൊത്തത്തിൽ ചൂഷണം ചെയ്തങ്ങ് ഇല്ലാതാക്കുകയാണ്. അതിൻ്റെ ഉദാഹരണ ഫലം പണ്ടൊക്കെ കേരളത്തിൽ മഴയും വെള്ളപ്പൊക്കെ ഉണ്ടാകും, ഇതുപോലത്തെ ദുരന്തങ്ങൾ ഒരിക്കലും സംഭവിക്കാറില്ല. അപൂർവമാണത്. ഉരുൾപൊട്ടലൊക്കെ സംഭവിക്കുന്നതല്ല. ഇങ്ങനത്തെ ഇതിപ്പോൾ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് തുടങ്ങിയാണ്. അതിനുവേണ്ടി മഴ പെയ്തിട്ടുണ്ടോ എന്നൊരു സംശയമാണ്. പക്ഷേ ഒരു ആവറേജ് മഴ പെയ്യുമ്പം പോലും കേരളത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. എന്തായാലും കൊല്ലം ജില്ലയുടെ കിഴക്കൻ ഭാഗം, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം
ഈ 3 ജില്ലകൾ വളരെയധികം ഭീഷണിയിലാണ് നിൽക്കുന്നത്. ഈ ഇത്രയും ഭാഗങ്ങൾ എന്ന് മലയോര പ്രദേശങ്ങൾ സ്വാഭാവികമായിട്ടും ഇപ്പം രാവിലെ വാർത്തയിൽ കണ്ടത് മുറിഞ്ഞപുഴ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് ഇടുക്കിയിലേക്ക്, അതായത് പിന്നെ കുട്ടിക്കാനം കുമളി ഭാഗത്തേക്ക് പോകുന്ന ആ റോഡ് കംപ്ലീറ്റ് മുകളിൽ നിന്ന് പാറ വീണ് തകർന്ന് നമ്മൾ ഈ ഉത്തരാഖണ്ഡിലൊക്കെ കാണുന്ന പോലെ കിടക്കുക. റോഡിൻ്റെ ഒരു ഭാഗവും തകർന്നു പോയിട്ടുണ്ട്. ഇനി അത് എങ്ങനെ അതുവഴി ഗതാഗതം സാധ്യമാക്കും എന്നുള്ളതിന് ഈ പാറയും മണ്ണും നീക്കിയ ശേഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ചെറുതും വലുതുമായിട്ടുള്ള നിരവധി ഉരുൾപൊട്ടലുകൾ ഈ പ്രദേശത്ത് മാത്രമല്ല നമ്മൾ മാത്രമല്ല ഇതിൽ ഈ നമ്മൾ പറയേണ്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് സംബന്ധിച്ച വാർത്തകളൊക്കെ വരുമ്പോൾ എന്നാൽ ഇത് വെച്ച് റീൽസ് ചെയ്യാന്നും പറഞ്ഞാൽ ദയവ് ഇത് ആരും ഇറങ്ങി പുറപ്പെടും. അതെ, ഇത് മലയോര സംഭവിക്കുന്ന ദുരന്തം മാധ്യമ പ്രവർത്തകർ അടക്കം പോകാൻ പാടില്ല. കാരണം നമുക്കറിയാം നമ്മുടെ മുന്നിൽ വിക്ടർ ജോർജ് ഒരു ഉദാഹരണം നിൽപ്പുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. കനത്ത മഴ തന്നെ ഈ മാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എല്ലാ തവണത്തെയും പറയും, ഞാൻ പറയുന്നത് 10-35 വർഷമായിട്ട് നിരീക്ഷിക്കുന്ന ഒരാളാണ്. തിരുവോണത്തിൻ്റെ അന്ന് മഴയായിരിക്കും, അങ്ങനെ ഇല്ലാത്ത സ്ഥലങ്ങൾ വളരെ ചുരുക്കമായിരിക്കും, ആ പ്രദേശത്തോട് അടുപ്പിച്ച് മഴയായിരിക്കും. കർക്കിടക വാവിൻ്റെ അന്ന്, ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കർക്കിടക വാവിൻ്റെ അന്ന് മഴ പെയ്യുന്നില്ല, തലേന്ന് പെയ്യും. അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും വളരെ വലിയ പ്രകൃതിക്ഷോഭമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. നമ്മൾ ശരിക്കും പരിസ്ഥിതി ദുർബല മേഖലയായിട്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളും മാറിക്കഴിഞ്ഞു.